എല്ലാവർക്കും വിഷു ആശംസകൾ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മളുടെ പറമ്പിൽ തന്നെ കിട്ടുന്ന 3 പച്ചക്കറികൾ വെച്ചിട്ടുള്ള കിച്ചടികളാണ് കാണിക്കുന്നത്. നമ്മുടെ കയ്യിൽ കുമ്പളങ്ങയുണ്ട്, പപ്പായയുണ്ട്, പച്ച മാങ്ങയുണ്ട്. ഇത് 3 നമ്മളുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ 3 തരം കിച്ചടികൾ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ കുമ്പളങ്ങ വെച്ചിട്ടുള്ള കിച്ചടിയാണ് കാണിക്കുന്നത്. ഇതൊന്ന് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയാണ്. ഇതിലെ കുരുവൊക്കെ കളഞ്ഞ് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു വലിപ്പത്തിലാണ്, തീരെ ചെറുതുമല്ല ഒരുപാട് വലുതുമല്ലാത്ത ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതിയാവും. ഒരുപാട് വെള്ളം വേണ്ട. കുമ്പളങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നമ്മൾ 3 കിച്ചടിക്കും ഒരേ ചേരുവകളാണ്, സെയിം ചേരുവകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് വേണമെങ്കിൽ അരച്ച് വയ്ക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അരച്ച് വയ്ക്കാം. അപ്പോൾ 1/2 കുമ്പളങ്ങയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 1/2 കപ്പ് തേങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുക. അതിലേക്ക് 2 പച്ചമുളകാണ് ചേർക്കേണ്ടത്. അതിൻ്റെ കൂടെ ഒരു നുള്ളു ജീരകം മതി. ഒരുപാട് ജീരകം വേണ്ട. ജീരകത്തിൻ്റെ ടേസ്റ്റ് വെളിയിൽ വരത്തക്ക രീതിയിലുള്ള ടേസ്റ്റ് വേണ്ട. ഇതിനി ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് മയത്തിൽ അരയ്ക്കേണ്ട, എന്നാൽ അവിയലിൻ്റെ പാകത്തിന് അരച്ചാൽ പോരാ. കുറച്ചുകൂടെ ഒന്ന് അരഞ്ഞ് കിട്ടണം നമുക്ക്. ഇതേപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 സ്പൂൺ കടുകാണ്. കടുക് ഒന്ന് ചതച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. കുമ്പളങ്ങ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഇപ്പോൾ കുമ്പളങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അരപ്പൊക്കെ കൂടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. കുമ്പളങ്ങ ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വേണം ഇതിലേക്ക് തൈര് ചേർക്കാനായിട്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് പപ്പായ കട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് ആറിയിട്ടുണ്ട്. നമുക്ക് കുമ്പളങ്ങ വേവിച്ചതൊന്ന് ആറി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ചൂടാറണ്ട, ചെറിയൊരു ചൂട് വേണം നമ്മൾ തൈര് ചേർക്കുമ്പം. കട്ടിയായിട്ടിരിക്കുന്ന തൈര് ചേർക്കില്ല. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചിട്ട് വേണം നമുക്കിതിലേക്ക് ചേർക്കാൻ. ഏകദേശം ഒരു 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയ്ക്ക് മതിയാവും. കിച്ചടി എപ്പോഴും കുറുകിയ ഒരു സദ്യ വിഭവമാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ വേണം ചെയ്യാനായിട്ട്. ഇനി ഇത് കടുക് താളിക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. 1-2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. കറിവേപ്പില, കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കുമ്പളങ്ങ വേവിച്ചതിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കുമ്പളങ്ങ വെച്ചിട്ടുള്ള കിച്ചടി തയ്യാറായിട്ടുണ്ട്. പപ്പായ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ചേർക്കണം. കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കണം. കുമ്പളങ്ങയുടെ അത്രയും പോലെ കുറച്ച് വേവുണ്ട്. പപ്പായ വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് മാങ്ങ കിച്ചടിക്കുള്ള മാങ്ങ നമുക്ക് അരിഞ്ഞെടുക്കാം. നല്ല മൂത്ത മാങ്ങ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിഞ്ചുള്ള മാങ്ങ അത്ര ശരിയാവില്ല. പപ്പായ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണം. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. പപ്പായയും കുമ്പളങ്ങയും അരിഞ്ഞതുപോലെ മാങ്ങയും കിച്ചടിക്ക് വേണ്ടിയിട്ട് അതേപോലെ തന്നെ അരിഞ്ഞെടുക്കുകയാണ്. മാങ്ങ മുഴുവനായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പപ്പായ ചൂടാറിയിട്ടുണ്ട്. അരപ്പ് ചേർത്ത പപ്പായയാണ്. ഇതിലേക്ക് ഇനി തൈര് ചേർക്കണം, കടുക് താളിക്കണം. അപ്പോൾ അത് ആദ്യം ചെയ്യാം. അതിനുശേഷം നമുക്ക് മാങ്ങ കിച്ചടി ഉണ്ടാക്കാം. നമുക്ക് തൈര് ചേർക്കാം.
ചെറു ചൂടോടെ വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് മതിയാവും. ചേർത്ത് കൊടുക്കുവാണ്. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പപ്പായ കിച്ചടിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ കിച്ചടിയും പപ്പായ കിച്ചടിയും തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമതായിട്ട് ചെയ്യാനുള്ളത് മാങ്ങ കിച്ചടിയാണ്. അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മാങ്ങ പെട്ടെന്ന് വേവുന്നതാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം മതിയാവും. മാങ്ങ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. അപ്പോൾ 3 കിച്ചടിക്കും സെയിം അരപ്പായതുകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തൈര് ചേർക്കണ്ട, കുറച്ച് തൈര് ചേർത്താൽ മതി. ഒരു 3 ടേബിൾ സ്പൂൺ തൈരൊക്കെ മതിയാവും. മാങ്ങയ്ക്ക് പുളി ഉള്ളത് കൊണ്ടാണ് കൂടുതൽ തൈര് ചേർക്കാത്തത്. നമുക്കിനി കടുക് താളിക്കാം. മാങ്ങ കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ വിഷു സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള 3 കിച്ചടികൾ തയ്യാറാക്കി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയ പച്ചക്കറികൾ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.